ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി സ്വർണം സ്വീകരിച്ചതിൽ മുൻ അഡ്വക്കേറ്റ് കമ്മീഷൻ ASP കുറുപ്പ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തൽ. എക്സിക്യൂട്ടീവ് ഓഫീസറെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടും ഭക്തരിൽ നിന്ന് ചട്ടം ലംഘിച്ച് കുറുപ്പ് സ്വർണം സ്വീകരിച്ചെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. അതിനിടെ കൊടിമര കൊള്ളയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. DYSP ഹരി CS-ന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. കണക്കുകളിലെ അവ്യക്തത മാത്രമല്ല, സന്നിധാനത്തെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഗുരുതര ചട്ടലംഘനം കൂടിയാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. 2016-17 കാലയളവിൽ അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷൻ ASP കുറുപ്പ് അടിമുടി ചട്ടം ലംഘിച്ചതായാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. കൊടിമര നിർമ്മാണത്തിനായി സ്വർണം സ്വീകരിച്ചതിലാണിത്. സ്വർണം സംഭാവനയായി സ്വീകരിക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയത്. എന്നാൽ ഭക്തരിൽ നിന്ന് സ്വർണം സ്വീകരിച്ചത് കുറുപ്പാണ്. സ്വർണം സ്വീകരിച്ചാൽ 3A രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നാണ് ചട്ടം. ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടെ ഉദ്യോഗസ്ഥരെ പഴിചാരി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ രംഗത്തെത്തി. ദേവസ്വം വിജിലൻസ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴത്തെ വിജിലൻസ് ഓഫീസറെ പോലെ തന്നെ IPS-കാരനായിരുന്നല്ലോ അന്നത്തെ വിജിലൻസ് ഓഫീസർ. പമ്പയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചല്ലേ ഈ സ്വർണം കൈമാറിയത്. ഞങ്ങൾക്കും കിട്ടിയില്ല. ആ സ്വർണം കൊടുത്തത് അവരുടെ കമ്മീഷണറെയോ ഇവരുടെ ആരുടെയും കയ്യിലായിരിക്കാം. ആ സ്വർണം ഉപയോഗിച്ചാണ് ചെയ്തത്. അവർ മഹസറുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ പേജുകൾ 2-3 പേജ് ഒന്നിച്ച് മറിച്ചോ വിജിലൻസ്. അതേസമയം നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിൽ അതിവേഗ നീക്കങ്ങളിലാണ് വിജിലൻസ്. പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് വിജിലൻസ് മേധാവി ദേവസ്വം സെക്രട്ടറിക്ക് കത്ത് നൽകി കഴിഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.